എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദിന്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന സുവർണക്കിട്ട് രണ്ട് തല്ലും വെച്ചു കൊടുത്ത ഗീതു അങ്ങോട്ട് പോവുകയാണ്. പിന്നീട് സുവർണ കവളും പൊത്തി നിൽക്കുന്ന സമയത്ത് രാധികാൻ പറഞ്ഞു, അവളെ അങ്ങനെ നമ്മൾ വെറുതെ വിടില്ല, കിഷോറിനോടൊപ്പം ജീവിക്കാനായിട്ട് ഇപ്പോഴും ഗീതുവിന് താല്പര്യം, എത്രയും പെട്ടെന്ന് പറഞ്ഞിട്ട് ഡിവോഴ്സ് കേസോടെ നമുക്ക് മുന്നോട്ട് പോകണം, എന്റെ കണ്ണന് നീതി ലഭിക്കണമെന്ന് പറയാണ് എന്ന് പറഞ്ഞ് രാധികാമ്മ അങ്ങോട്ട് അകത്തേക്ക് പോവാണ്. ഇതെല്ലാം കണ്ട് ഒരു നിമിഷം അജാസ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല നിൽക്കുകയാണ്. പിന്നീട് നേരെ ഗോവിന്ദന്റെ ക്യാബിനിലേക്ക് ചെല്ലുവാണ്. ചെന്നപ്പോ എന്ത് പറ്റി അജാസ്, എന്താ വന്നേന്ന് ചോദിക്കുകയാണ്. എന്താ ഗോവിന്ദ് സാർ ഇവിടെ നടന്നുകൊണ്ടിരിക്കണേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, എല്ലാരും കൂടെ കൂടിയിട്ട് ഗീതുമാടത്തിനെ വെറുതെ കുറ്റവാളി ആയിക്കൊണ്ടിരിക്കുക, അറിയാവോ, ഗീതുമാടവും കിഷോറും തമ്മിൽ എന്തൊക്കെയോ ഒരു ബന്ധമുണ്ടെന്നും പറഞ്ഞുകൊണ്ട് വെറുതെ ഹരാസ് ചെയ്തുകൊണ്ടിരിക്കുവോ പുറത്ത്. ഇതിന്റെ ആവശ്യം എന്താ ഇവിടെ? എനിക്കറിയാം ഗീതുമാടം ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്. ഇത്രയും കാലമായി ഞാനിപ്പം അവരുടെ കൂടെ നടക്കാൻ തുടങ്ങിയിട്ട്. സാറ് പറഞ്ഞപ്പോൾ തൊട്ട് അവരെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇതുവരെ കിഷോറിന്റെ ഒപ്പമോ അല്ലാതെ കിഷോറുമായിട്ട് യാതൊരു കമ്പനിയും കൂടുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേങ്കിൽ കിഷോറുമായിട്ട് ബന്ധമുണ്ടെന്നും പറഞ്ഞുകൊണ്ടാ ഇപ്പോഴും ഓരോന്ന് ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കണേ. പുറത്ത് കണ്ടോ, വെറുതെ മാഡത്തിനെ തെറ്റിദ്ധരിച്ച് എല്ലാവരുടെ മുന്നിട്ട് അപമാനിക്കുമോ എന്ന് പറയാണ്. അല്ല, ഇതിന്റെ അർത്ഥമൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല സാർ, ഇതെല്ലാം കണ്ടും കേട്ടിട്ട് സാർ എന്താ ഒന്നും മിണ്ടായിരിക്കണമെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗോവിന്ദ് പറഞ്ഞു, അതെ അജാസെ, നിനക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ലാഞ്ഞിട്ടാന്ന് പറയണം. ഇല്ല സാർ, എനിക്ക് വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ അറിയാം. എപ്പോഴും ഞാൻ ഗീതമാടത്തിന്റെ കൂടെയുണ്ട്, ഇവിടുന്ന് പോകുമ്പോഴും തിരിച്ചിങ്ങോട്ട് വരുമ്പോഴും എല്ലാം കൂടെയുണ്ട്. പിന്നെ മാഡം എന്ത് തെറ്റിയെന്ന് എല്ലാവരും കൂടി പറയണേ, എന്ത് തെറ്റിയെന്ന് സ്ഥാപിച്ചെടുക്കാനായിട്ട് ഇങ്ങനെ ഒരു നാടകം കളിക്കണമെന്ന് ചോദിക്കുകയാണ്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് രാധിക അങ്ങോട്ട് കയറി വരുവാണ്. രാധിക വന്നിട്ട് ചോദിച്ചു, അജാസിന് എന്താ അവിടെ കാര്യം എന്ന് ചോദിക്കുക. അല്ല, ഞാൻ സാറിനോട് അത്യാവശ്യ കാര്യം, അതൊക്കെ പിന്നീട് സംസാരിക്കാം, എനിക്ക് അല്പം അത്യാവശ്യമായിട്ട് എന്നാ കണ്ണനോട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, നീ അങ്ങോട്ട് പോകാൻ പറയാണ്. അജാസ് അങ്ങോട്ട് ഇറങ്ങി പോവാണ്. അപ്പൊ ഗോവിന്ദ് രാധികാമ്മയോട് ചോദിച്ചു, എന്താ അമ്മയ്ക്ക് പറയാനുള്ളേ? അതെ കണ്ട, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഗീതവും കിഷോറും തമ്മിലുള്ള ബന്ധം ഇവിടെ മൊത്തം പാട്ടായി. ഇനിയിപ്പോൾ ഇത് മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് എന്ത് കാര്യങ്ങളാണ് ചെയ്യണമെങ്കിൽ ആ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം. പറയുന്ന നിനക്ക് മനസ്സിലാവുന്നുണ്ടോ അല്ലേന്ന് ചോദിക്കുകയാണ്. അല്ലമ്മേ, നീ കൂടെ ഒന്നും പറയണ്ട കണ്ണ. അമ്മേ, ഇങ്ങനെയൊന്നും വരുമെന്ന് ഒരിക്കൽ പോലും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ച കാര്യമല്ല. പക്ഷെ എന്ത് പറയാനാ, സംഭവിച്ചു പോയില്ലേ അമ്മേന്ന് ചോദിക്കുകയാണ്. എനിക്കറിയാൻ കണ്ണ നിന്റെ മാനസിക വിഷമം എന്താന്ന്. നീ പ്രിയമോക്ക് വേണ്ടിയിട്ട് ഈ ഒരു ത്യാഗം ചെയ്തേ, ആ ഒരു ത്യാഗം ഇനി നീ മുന്നോട്ട് തുടരണ്ട. നീ അവളെ എത്രയും പെട്ടെന്ന് നിന്റെ ജീവിതത്തിൽ നിന്ന് അങ്ങ് പറിച്ചു കളഞ്ഞേരെ. ഇനിയിപ്പം അവൾ നിന്റെ ജീവിതത്തിൽ വേണ്ട, നിനക്ക് വേറെ നല്ല വിവാഹ ജീവിതം കിട്ടും, നീ ധൈര്യമായിട്ടിരിക്കുക, ഈ അമ്മ എല്ലായിടം പറയണേന്ന് ചോദിക്കണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദ് പറഞ്ഞു, അമ്മേ എനിക്ക് ഇച്ചിരി ഇപ്പം സമാധാനമാണ് വേണ്ടേ, എൻ്റെ മനസ്സ് ആ പാടെ വല്ലാത്തൊരവസ്ഥയോടെ കടന്നു പോയിക്കൊണ്ടിരിക്കണേ. ഇത് കേട്ടപ്പോൾ രാധികാൻ പറഞ്ഞു, എനിക്ക് മനസ്സിലാവുന്നുണ്ട് കണ്ണാ നിന്റെ ബുദ്ധിമുട്ട് എന്താന്ന്. വീട്ടിലുള്ള ആ പറച്ചിലൊക്കെ ഇവിടെ വന്ന് നിങ്ങൾ രണ്ടുപേരും കൂടെ കൂടി തുറന്നിട്ടുണ്ടെങ്കിൽ അറിയാലോ, കമ്പനിയാണിത്, മൊത്തം നാണം കിടും. വീട്ടിലോ നിങ്ങൾ രണ്ടുപേരും എപ്പോൾ നോക്കിയാലും ഇപ്പൊ അടിയാ. അതുകൊണ്ട് ആ അടി ഇവിടെയും തുടരേണ്ട ആവശ്യമില്ല, വെറുതെ എന്തിനാ എല്ലാരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കുന്നേ. അതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല, അതാ ഞാൻ പറഞ്ഞത്, എത്രയും പെട്ടെന്ന് ഈ വിവാഹബന്ധം അങ്ങോട്ട് വേർപ്പെടുത്തിയേക്കാൻ എന്നും പറഞ്ഞിട്ട് രാധികാമ്മ അങ്ങോട്ട് പോവുകയാണ്. രാധികാമ്മ പോയി കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദന് സഹിക്കാൻ പറ്റിയില്ല. ഗോവിന്ദ് നേരെ മാധവൻ നായരുടെ ഫോട്ടോയ്ക്ക് മുന്നിലേക്ക് ചെന്ന് നിൽക്കുകയാണ്. അച്ഛന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ ചെന്നിട്ട് പറഞ്ഞു, അച്ഛാ, ഇത്രയും നാളും എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു എന്നെ ആരും വഞ്ചിക്കില്ല എന്ന്. പക്ഷെ ഞാൻ ചേർത്ത് നിർത്തിയവരൊക്കെ എന്നെ വഞ്ചിക്കുവാണോന്ന് എനിക്ക് സംശയം, അവരൊക്കെ എന്നെ ചതിക്കുവാണോന്ന്. രാധികാമ്മയും വരണം എല്ലാവരും എന്നോടൊപ്പം ചേർന്ന് നിന്നിട്ട് എന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുണ്ടോന്ന്. അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല അച്ഛാന്ന് പറയാണ്. ഗോവിന്ദന് പതുക്കെ തിരിച്ചറിവായി തുടങ്ങി രാധികാമ്മയുടെ ഇപ്പോഴത്തെ ഈ കള്ളക്കളികളെല്ലാം. അതിനകത്ത് വരുണും രാധികാമ്മയും ചേർന്ന് തന്നെ ഗീതുവിനെ ചതിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നൊരു ചിന്തയും ഗോവിന്ദന്റെ ഉള്ളിൽ ഉണ്ടാവുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന ഗീതു ക്യാബിനിൽ ഇരിക്കുകയാണ്. അങ്ങനെ ഗീതു ക്യാബിനിൽ ഇരിക്കുന്ന സമയത്ത് ക്യാബിനിലേക്ക് നേരെ കിഷോർ കയറി വരുന്നത്. കിഷോർ കയറി വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഗീതു മൈൻഡ് ചെയ്യാതിരുന്നു. അപ്പൊ കിഷോർ വന്നിട്ട് പറഞ്ഞു, അല്ല, നമ്മളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ എല്ലാവരും പറഞ്ഞുകൊണ്ട് നടക്കുക, എനിക്കും ഗീതുവിനും അറിയാം നമ്മൾ രണ്ടും തമ്മിൽ ഒരു ബന്ധമില്ലെന്ന്. പക്ഷെ ഇതിന്റെ പേരിൽ ഇനി ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവരുത്. അതുകൊണ്ട് ഗീതു പറ, ഞാൻ ഇവിടുന്ന് പോണെങ്കിൽ ഞാൻ പോകാം, അല്ലെങ്കിൽ എങ്ങോട്ട് വേണം ഞാൻ പോവാം, എന്ത് വേണം ഞാൻ ചെയ്യാം, അതിനെല്ലാം ഒരുക്കുമെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗീതു പറഞ്ഞു, അല്ല, കിഷോർ പോയതുകൊണ്ട് ഈ പ്രശ്നം അവസാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ ഗോവിന്ദേട്ടൻ എന്നെ ഉപേക്ഷിക്കുമെന്ന് എനിക്ക് തോന്നുന്നേ. ഗോവിന്ദേട്ടന്റെ മനസ്സിൽ ഇപ്പൊ എന്നെക്കുറിച്ച് മൊത്തം തെറ്റിദ്ധാരണയാന്ന് പറയാണ്. ഇത് കേട്ടതും കിഷോർ പറഞ്ഞു, അല്ല പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് ഗീത് പറയണേ. ആ സമയത്താണ് അവർണയെ അങ്ങോട്ട് കടന്നു വരുന്നത്. അവർണയെ വന്നു. അവർണയെ പറഞ്ഞു, ഓഹോ, രണ്ടുപേരും കൂടെ എന്ത് ഗൂഢാലോചനയായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്.
ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് ഗീത പറഞ്ഞു, നീ എന്തൊക്കെയാ അവർണിക പറയണേ? അതെ, കിഷോർ എൻ്റെ സ്റ്റാഫാന്ന്. സ്റ്റാഫ്? എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാനൊന്നും അറിഞ്ഞിട്ടില്ലെന്നോ നിന്റെയൊക്കെ വിചാരമില്ലേ? എനിക്കെല്ലാം മനസ്സിലായി ഗീതു. എന്നെ ഉപേക്ഷിക്കാൻ ഇവനും നീ ഗോവിന്ദനെ ഉപേക്ഷിക്കാൻ തയ്യാറായിട്ട് നിൽക്കുമല്ലേ? അന്നേരം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കണം. അതിനുള്ള പദ്ധതികളൊക്കെ തയ്യാറാക്കുമായിരുന്നു അല്ലേന്ന് ചോദിക്കുവാണ്. ഇത് കേട്ടതും ഗീത പറഞ്ഞു, ഇതേ അനാവശ്യം പറയരുത് അവർണിക എന്ന് പറയണം. അനാവശ്യം നിങ്ങൾക്ക് കാണിക്കാം, ഞാൻ പറയുന്നില്ല തെറ്റല്ലേന്ന് ചോദിക്കണം. ഒരു നാണമില്ലാതെ നിൽക്കുന്ന കണ്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഗീതൊരു നേരെ കയർക്കുവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗീതു കിഷോറിനോട് ചോദിച്ചു, അല്ല അപർണയെ പറയുന്നത് കേട്ടില്ലേ? നീ എന്താ കിഷോർ ഒന്നും മിണ്ടായിരിക്കണേന്ന് ചോദിക്കുകയാണ്. കിഷോറിന്റെ വായിക്കത്തപ്പോൾ നാക്കുണ്ടോന്ന് അറിയത്തില്ല. കിഷോർ ഒന്നും മിണ്ടാ നിൽക്കുക. ഈ സമയത്ത് അപർണയെ പറഞ്ഞു, നിങ്ങളുടെ പഴയ കഥകളൊക്കെ എനിക്കറിയാം. നിങ്ങൾ പഴയ ഭയങ്കര പ്രേമത്തിലായിരുന്നു അറിയാം. ആദ്യത്തെ പ്രേമം ആർക്കും മറക്കാൻ പറ്റില്ലെന്നല്ലേ പറയണേ? ഓ, അതുകൊണ്ടായിരിക്കും വീണ്ടും നിങ്ങൾ ഇങ്ങനെയല്ലേ? എന്നാലും എന്നോട് ഈ ചതി വേണ്ടായിരുന്നു ഗീതാഞ്ജലി എന്ന് പറയണം. അപർണിക, ഞാൻ നിന്നെ ചതിച്ചിട്ടില്ല. ഞാൻ ഉള്ള കാര്യങ്ങളൊക്കെ നിന്നോട് തുറന്നു പറഞ്ഞിട്ടില്ലേ? അന്ന് എൻ്റെ കാമുകനെ കുറിച്ച് പറഞ്ഞൊക്കെ അന്ന് മനഃപൂർവ്വം ഞാൻ ഇവന്റെ പേര് പറയാതിരുന്നെന്ന് പറയണം. ഇത് കേട്ടതും അപർണയെ പറഞ്ഞു, ആ അതെനിക്ക് മനസ്സിലായി, മനഃപൂർവ്വം നീ പറയാതിരുന്നാന്ന്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവനുമായിട്ടുള്ള ബന്ധം നിനക്ക് തുടരാൻ പറ്റില്ലല്ലോ. നിന്നെ ഞാൻ സംശയിക്കാതിരിക്കാൻ വേണ്ടിട്ടല്ലേ നീ ഇവന്റെ പേര് പറയാതിരുന്നേ. ഇപ്പോഴല്ലേ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായത്. ഇത് കേട്ടതും നേരെ കിഷോറിന്റെ അരിയിലേക്ക് ഗീത ഇല്ലുവേണം. എടാ, നീ സത്യം തുറന്നു പറ, നമ്മൾ തമ്മിലൊരു ബന്ധമില്ലെന്ന് പറയാണ്. കിഷോറും മിണ്ടിയില്ല. ദേഷ്യം വന്നു ഗീതുവിന്. ഗീതു എന്ത് ചെയ്യുവാണ്? അവർണിയെ നിന്ന് കണ്ണടച്ച് കാണിക്കുക. എന്നിട്ട് കിഷോറിനിട്ട് തലങ്ങും വിലങ്ങും അടിക്കുവാണ്. കിഷോർ ഇതെല്ലാം കൊണ്ട് നീ എന്തൊക്കെയാ ഗീതാഞ്ജലി കാണിക്കണം ചൊന്ന് നിൽക്കുന്നുണ്ട്. പക്ഷെ ഗീതു വിട്ടുകൊടുക്കാൻ തയ്യാറില്ലായിരുന്നു. അവിടെ ഇരിക്കുന്ന ഫയലെല്ലാം എടുത്ത് കിഷോറിന് എറിയുവാണ്. അവസാനം കിഷോർ താഴെ വീണ് കഴിഞ്ഞിട്ട് ഗീതു വിട്ടില്ല. അവനെ പോയി അവന്റെ കർണത്തും എന്ന് വേണ്ട സർവമാനം അവനെ ദ്രോഹം ചെയ്യുവാണ്. അവർണിക ഇതെല്ലാം കണ്ട് സന്തോഷിച്ച് നിൽക്കുകയാണ്. പിന്നീട് അവർണി പറഞ്ഞതേ, നിങ്ങളുടെ ഈ നാടകമൊന്നും എൻ്റെ അടുത്ത് വേണ്ട കേട്ടോ. രണ്ടും കൂടെ എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് നാടകം കളിച്ചുകൊണ്ടിരിക്കുന്നു. നീ വാ കിഷോറെ ഇങ്ങോട്ട്, നിനക്ക് ടൈം വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഗീതുവിനെ ഒന്ന് കണ്ണടച്ച് കാണിച്ചിട്ട് നേരെ അവർണിക പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ഈ സമയത്ത് ഗീതു എന്ത് ചെയ്യാണ്? താഴെ വീണ് കിടക്കുന്ന കിഷോറിന്റെ കയ്യേലേക്ക് അങ്ങോട്ട് പോയി മനഃപൂർവ്വം ചവിട്ടി അരയ്ക്കുവാണ് ആ ചെരുപ്പിട്ടിട്ട്. അയ്യോ അവർണിക പോവരുത്, എനിക്കൊരു കാര്യം പറയാനുണ്ട് നിൽക്കാനും പറഞ്ഞുകൊണ്ട്. ഈ സമയത്ത് കിഷോർ, അത് എൻ്റെ കയ്യേല ഗീതു, എൻ്റെ കയ്യിൽ നിന്നും വിട്, എൻ്റെ കയ്യിൽ നിന്ന് കാലെടുക്കാനൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഗീതു വിട്ടില്ല. അവൻ്റെ കൈയും കൂടി ചതച്ചങ്ങോട്ട് അരയ്ക്കുവാണ്. അങ്ങനെ ഗീതു അങ്ങോട്ട് മാറി കഴിയുമ്പോൾ കിഷോർ നോക്കുമ്പോഴത്തേനും കൈ ചതഞ്ഞ് നല്ല റോസാപ്പൂ പോലെ ആയിപ്പോയി. അതേ കളറായിപ്പോയി. വേദന കൊണ്ട് കിഷോർ പൊളയുവാണ്. ഗീത പതുക്കെ പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ അവിടെ അജാസ് നിൽക്കുന്ന കണ്ടത്. അജാസിന് മുഖം ഭയങ്കര വിഷമത്തിലായിരുന്നു. ഗീത എന്ത് പറ്റി എന്താന്ന് ചോദിക്കുകയാണ്. എന്നാലും ഞാൻ ഇത്രയൊന്നും വിചാരിച്ചില്ല ഗോവിന്ദ് സാറ് പെങ്ങളെക്കുറിച്ച് ഇങ്ങനെ തെറ്റിദ്ധരിക്കുമെന്ന്. എന്നാലും ഇത് വേണ്ടായിരുന്നു. എനിക്കറിയാം എൻ്റെ പെങ്ങൾ ഒരു തെറ്റും ചെയ്യില്ലെന്നറിയാം. അവനുമായിട്ട് യാതൊരു ബന്ധമില്ലെന്നറിയാം. എന്നാലും ഗോവിന്ദ് സാർ ഇത്രമാത്രം എൻ്റെ പെങ്ങളെ തെറ്റിദ്ധരിക്കുന്നത് എന്താന്ന് അത് മാത്രം എനിക്ക് മനസ്സിലാകത്തെന്ന് പറയാണ്. ഇത് കേട്ടതും ഗീത പറഞ്ഞു, ഗോവിന്ദ് സാറിനെ വെറുതെ തെറ്റിദ്ധരിക്കണ്ടെന്ന് പറയാണ്. എനിക്കറിയാം നിങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിന് കാരണം അവനല്ലേ, ആ കിഷോറല്ലേ, അവനിട്ട് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഗീത പറഞ്ഞു, അല്ല അജാസ് തെറ്റിദ്ധരിക്കണ്ട കേട്ടോ. ഗോവിന്ദ് സാറും ഞാനും തമ്മിൽ ഒരു പ്രശ്നങ്ങളും ഇല്ല. ഞങ്ങൾ രണ്ടിലും ഇപ്പോഴും ടേംസിൽ തന്നെയാ പോണേന്ന് പറയാണ്. അതെന്താ പെങ്ങൾ അങ്ങനെ പറഞ്ഞ്? പിന്നീട് ഉള്ള സംഭവങ്ങളെല്ലാം തുറന്നു പറയാണ്. ഒരു നാടകം കളിക്കുന്നതാണ്. ഇതിന്റെ പിന്നിൽ ആരൊക്കെയുണ്ടോ അവരെല്ലാം പുറത്തു കൊണ്ടുവരാനുള്ളൊരു നാടകമാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അജാസ് പറഞ്ഞു, ഓഹോ അപ്പം അങ്ങനെയാണ് കാര്യങ്ങളല്ലേ? ഗീത പറഞ്ഞു, അത് തന്നെയാ കാര്യങ്ങൾ. ഇതിന്റെ പിന്നിൽ കുറെ ആൾക്കാർ കളിക്കുന്നുണ്ട്. അവരാരാന്നറിയണം. അപ്പം ഞങ്ങൾ നന്നായിട്ട് അങ്ങോട്ട് അഭിനയിക്കുക. അവർക്ക് കളിക്കാനായിട്ട് ഞങ്ങളൊരു കള ഒരുക്കി കൊടുക്കുക. പക്ഷെ അവരൊരിക്കലും അറിയുന്നില്ല ഇപ്പം അവരെ കുരുക്കാനുള്ള കുഴിയെ ഞങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അവരെ ആ കുഴിക്കകത്ത് വന്ന് ചാടും. അതിനുശേഷം മാത്രം അവര് ഞങ്ങളുടെ അഭിനയം മാത്രമായിരുന്നു അറിയുള്ളൂ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അജാസ് പറഞ്ഞു, കൊള്ളാം, നല്ല ഐഡിയ. അന്നെങ്കിൽ ഞാൻ ആ കിഷോറിനിട്ട് ഒരു പണി കൊടുക്കുന്നുണ്ടെന്ന് പറയാം. പെങ്ങൾ വന്നേ, ഇപ്പൊ നിങ്ങൾക്ക് വിജയലക്ഷ്മി മാഡത്തിന്റെ അടുത്തല്ലേ പോകാനുള്ളേ, ഞാൻ അവിടെ കൊണ്ടേ ആക്കിയിട്ടേ എനിക്ക് ചെറിയ പണിയുണ്ടെന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്ന ഭദ്രനും കിഷോറും കൂടി കാരണത്തിൽ നിന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഭദ്രൻ നന്നായിട്ട് മദ്യപിക്കുക. കിഷോറിനോട് പറഞ്ഞു, അതെ കാര്യങ്ങളൊക്കെ ഓക്കെ, പക്ഷെ എനിക്ക് തരാനുള്ള ബാക്കി പണം കൂടെ തരണമെന്ന് പറയാം. ഇത് കേട്ടതും കിഷോർ പറഞ്ഞു, ഇതേ എൻ്റെ കയ്യിൽ ഇപ്പൊ പണമൊന്നും ഇല്ലാന്ന് പറയാം. പണമില്ലെങ്കിൽ ഞാനുള്ള കാര്യങ്ങളൊക്കെ ഗോവിന്ദനോടും ഗീതനോടും ഒക്കെ തുറന്നു പറയുമെന്ന് പറയാം. അങ്ങനെയാണ് നിങ്ങളെ ഞാൻ കൊല്ലൂന്ന് പറയാം. ഇത് കേട്ടതും ഭദ്രനൊന്നും ഞെട്ടി. അല്ല നീ എന്തൊക്കെയാ കിഷോർ പറയണേന്ന് ചോദിക്കുക. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ഇപ്പൊ ഞാൻ പണമില്ലെന്നല്ലേ പറഞ്ഞേ, കിട്ടുമ്പോൾ ഞാൻ അങ്ങോട്ട് തരും, അത്രേ ഉള്ളൂ. പിന്നെ ഇതിന്റെ പേരിൽ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ അതങ്ങോട്ട് മനസ്സ് വെച്ചാൽ മതി എന്ന് പറയണം. അല്ല ഭദ്രൻ പറഞ്ഞു, നീ വലിയ പ്ലാനുകളൊക്കെ നടത്തുന്നുണ്ടല്ലോ. ഇത് നടത്തുന്ന ഗീതവും ഗോവും നമ്മുടെ ഡിവോഴ്സിന് വേണ്ടിയിട്ടല്ലേ?
അങ്ങനെ ഡിവോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? സ്വത്തുക്കൾ നിന്റെ പേരിലേക്ക് കിട്ടണ്ടേ? അതിന് ഗോവിന്ദ് ജീവിച്ചിരിപ്പണ്ടേ അത് വല്ലതും നടക്കുമെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും കിഷോർ പറഞ്ഞു, അവിടെയല്ലേ നമ്മൾ കളിക്കാൻ പോകുന്നേ. അവർ തമ്മിലുള്ള ഡിവോഴ്സ് കേസ് നടന്നു കഴിഞ്ഞ ഉടനെ ഗോവിന്ദ് മരിക്കുമെന്ന് പറഞ്ഞു. ഗോവിന്ദ് മരിക്കും? അതെങ്ങനെ? അവനെ നമ്മൾ ഇല്ലാതാക്കൂലേ, അവനെ കൊന്ന് കെട്ടിത്തൂക്കുമെന്ന് പറയാണ്. അല്ല കിഷോറെ, അപ്പൊ നീ അകത്ത് പോവില്ലേ? അകത്ത് പോവാൻ ഞാനോ? അതാ കൊന്ന് കെട്ടിത്തൂക്കിയ കേസ് എന്റെ പേരിലല്ലോ വരാൻ പോന്നേ, രാധികാമ്മയുടെ വരുണിന്റെ പേരിലല്ലേ വരാൻ പോന്നേ. അതിനുള്ള പ്ലാനുകളും പദ്ധതികളും ഒക്കെ ഞാൻ നടപ്പിലാക്കി കഴിഞ്ഞു. അവരെ കുരുക്കാനുള്ള കുരുക്ക് ഞാൻ മുറുക്കി കഴിഞ്ഞെന്ന് പറയണം. നിന്റെ ബുദ്ധി അപാരം തന്നെ, നിന്നെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുമെന്ന് പറയാണ്. പിന്നെ ആരാ? പിന്നെ ഞാൻ ഗീതുവിനെ സ്വന്തമാക്കും, സ്വത്തുക്കൾ മൊത്തം എന്റെ പേരിലാവും. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർണികയും കിഷോറിന്റെ അമ്മയും പെങ്ങളും അങ്ങോട്ട് വന്നു. അപ്പൊ അവർണികയോട് കിഷോറിന്റെ അമ്മ പറഞ്ഞു, നിങ്ങൾ നോക്കിയാ ഭദ്രന്, അവനെ ഗീതുവിന്റെ അച്ഛനാ, അവന് ഈ ഇതിനകത്ത് എന്തോ ഒരു പങ്കുണ്ടെന്ന് തോന്നുന്നു. കണ്ടില്ലേ വന്നിരുന്ന് എന്റെ മോനെയും കൂടെ ചീത്തയാക്കാൻ വന്നാന്ന് തോന്നുന്നു. അവന് വല്ലാത്തവനെ മോളേന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ അവർണയെ പറഞ്ഞു, എനിക്കറിയാത്ത ആളൊന്നും അല്ലല്ലോ കിഷോർ ഇപ്പം ഭദ്രനുമായിട്ട് ചേർന്നാ കളിച്ചുകൊണ്ടിരിക്കുന്നേ. കിഷോറിന്റെ മനസ്സിൽ ആഗ്രഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അവൻ എന്നെ ഉപേക്ഷിക്കണം, ഗീതാഞ്ജലിയെ സ്വന്തമാക്കണം, അതിനു വേണ്ടിയിട്ടാ അവൻ നടക്കുന്നത്. ഇത് കേട്ടതും കിഷോറിന്റെ അമ്മ പറഞ്ഞു, മോൾ എന്തൊക്കെയാ പറയണേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലോ എന്ന് പറയാണ്. മനസ്സിലാവുന്നില്ലേ? മനസ്സിലാവാൻ പോകുന്നുള്ളൂ. നിങ്ങളുടെ മോനുണ്ടല്ലോ, അധികം വൈകാതെ തന്നെ എന്റെ കൈ കൊണ്ട് തന്നെ തീരുമെന്ന് പറയാണ്. മോളെ ദേ അനാവശ്യമായപ്പോ ഇങ്ങനൊരു വാക്കുകളൊന്നും പറയരുത് കേട്ടോ എന്ന് പറയണേ. പിന്നെ എന്ത് ചെയ്യണമെന്നാ പറയണേ? ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കാർ അങ്ങോട്ട് വന്ന് നിൽക്കുവാണ്. അതിനകത്തുനിന്ന് അജാസ് ഇങ്ങോട്ട് ഇറങ്ങുവാണ്. അജാസ് നേരെ അവരുടെ അരിയിലേക്ക് വന്നു. അല്ല കിഷോർ ഇല്ലേന്ന് ചോദിക്കുവാണ് അവരുടെ. ഇത് കേട്ടതും കിഷോർ കാറിനകത്തുനിന്ന് ഇറങ്ങുവാണ്. ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറയാണ്. എന്നാ നീ അവിടെ വന്നു, ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് നേരെ കിഷോറിന്റെ അരിയിലേക്ക് ചെല്ലുവാണ് അജാസിനിട്ട് പറഞ്ഞാലേ, ഒരു കാര്യം എനിക്ക് നിന്നോട് പറയാനുണ്ട്. ഗോവൻ സാറിന്റെ ജീവിതം വെറുതെ നീ നശിപ്പിക്കരുത്. ഗീതാഞ്ജലിയായിട്ടുള്ള ബന്ധം അങ്ങോട്ട് ഉപേക്ഷിച്ചേക്കാൻ പറയണം. ഇത് കേട്ടതും കിഷോർ, ഓഹോ അത് കൊള്ളാലോ, എന്നാ പിന്നെ ഇത് നിനക്ക് ഗീതുവിനോട് പറഞ്ഞാൽ പോരായിരുന്നു, എന്റെ അരിയിലേക്ക് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ചോദിക്കുകയാണ്. അതെ, അവളോട് പറയേണ്ട കാര്യങ്ങൾ അവളോട് ഞാൻ സംസാരിച്ചോളാം, ഇപ്പൊ എനിക്ക് നിന്നോടാ പറയാനുള്ളതെന്ന് പറയാണ്. പറയുന്നത് ഞാൻ കേട്ടല്ലോ. ഇതിപ്പോ നിങ്ങൾ പറയാൻ എന്നാ കാരണം? എല്ലാരും പറഞ്ഞിട്ട് ഞാൻ കേട്ടില്ല, പിന്നെ ഇനിയിപ്പോ നിങ്ങളും ഒന്ന് പറയണേ. അത് വേണോ വേണ്ടയോ എന്ന് വെക്കേണ്ടതൊക്കെ എന്റെ തീരുമാനമാണ്. അവളെ ഉപേക്ഷിക്കണോ വേണ്ടയോ, അവളുമായിട്ടുള്ള ബന്ധം പുലർത്തണോ, അതൊക്കെ അതിനകത്ത് നിങ്ങൾ തലയിടാൻ വേണ്ട ആവശ്യമില്ലെന്ന് പറയണം. ഇത് കേട്ടതും കിഷോറിന്റെ കോളറിന് അങ്ങോട്ട് കുത്തിപ്പിടിച്ചു. അനാവശ്യം പറയുന്നോടാ, എന്റെ സാറിന്റെ ജീവിതം എങ്ങനെ നശിപ്പിക്കാൻ ശ്രമിച്ചാണ്ടല്ലോ, നിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്നറിയാവോ? എനിക്കിപ്പത്തിന് അവർണിയെ പെട്ടെന്ന് പറഞ്ഞിട്ട് അജാസ് എന്താ കാണിക്കുന്നേ, വിടാൻ പറയുകയാണ് കിഷോറിനെ. ഇത് കേട്ടതും കിഷോറിന്റെ കാരണം തീർത്ത് ഒറ്റ എണ്ണം കൂടെ പൊട്ടിച്ചു. ഇത് കണ്ട അവർണയ്ക്ക് സന്തോഷമായി. പെട്ടെന്ന് കിഷോറിന്റെ അമ്മയും പെങ്ങളൊക്കെ ഓടി വരണം. അയ്യോ അവനെയും തല്ലല്ലേന്നും പറഞ്ഞുകൊണ്ട് ഇത് കണ്ടതും അജാസിന്റെ തലങ്ങും വിലങ്ങും അവനെ ഇട്ട് അടിക്കുവാണ്. അങ്ങനെ കിഷോർ നിലത്ത് വീണു. കിഷോർ നിലക്കത്ത് വീണ് കഴിഞ്ഞപ്പോഴത്തേനും കിഷോറിന്റെ അമ്മ വന്നിട്ട് പറഞ്ഞു, മോനെ അവനെ തല്ലില്ല, നിന്റെ കാല് പിടിക്കാന്നൊക്കെ പറയാണ്. ആ സമയത്ത് അജാസ് അങ്ങ് മാറി നിന്ന് കഴിയുമ്പോഴത്തേനും കിഷോർ അങ്ങ് എഴുന്നേറ്റിട്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേനും അവരുടെ എന്ത് ചെയ്യണം, അവനെ തള്ളി നേരെ അജാസിന്റെ നേർക്ക് അങ്ങോട്ട് വിടുവാണ് അങ്ങോട്ട്. അങ്ങനെ നീ ഇപ്പൊ സൂചിച്ച് പോകണ്ടാന്നുള്ള രീതിക്ക്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.